അമേരിക്ക ഇറാനെ തൊടാൻ മടിക്കുന്നതിന് പിന്നിൽ പ്രകൃതിയുടെ ഒരു കളി കൂടിയുണ്ട്. കാസ്പിയൻ കടൽ. ഇറാന് കൈമുതലായ പ്രകൃതിദത്ത വജ്രായുധമാണ് കാസ്പിയൻ കടൽ. പശ്ചിമേഷ്യൻ സംഘർഷം നടക്കുമ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇറാൻ്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള ഹോർമൂസ് കടലിടുക്കിലാണ്. എന്നാൽ ഇറാൻ്റെ വടക്കൻ അതിർത്തിയിലേക്ക് കൂടി ഒന്ന് നോക്കണം. അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിനെതിരെ ആളുമർത്ഥവുമായി അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന റഷ്യയെ ഇറാനുമായി നേരിട്ട് ബന്ധിക്കുന്ന കാസ്പിയൻ. റഷ്യയുടെയും ഇറാൻ്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് കാസ്പിയൻ കടൽ. യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലുള്ള ഉൾനാടൻ ഉപ്പ് തടാകമായ കാസ്പിയൻ കടൽ അസർബൈജാൻ, റഷ്യ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഈ രാജ്യങ്ങളിലൊന്നും തന്നെ അമേരിക്കയ്ക്ക് സ്ഥിരം സൈനിക താവളങ്ങളില്ല. മിസൈലുകളും ഡ്രോണുകളും മറ്റ് യുദ്ധോപകരണങ്ങളുമൊക്കെ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യയിൽ നിന്ന് കാസ്പിയൻ വഴി ഇറാനിലേക്ക് ഒഴുകിയെന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം അണ്വായുധമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാനെന്ന് അമേരിക്കയും ഇസ്രയേലും ആരോപിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം വലിയൊരു യുദ്ധത്തിലേക്ക് കടന്നാൽ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് കൂടുതലായി ഇറാനിലേക്ക് എത്തുമെന്നതിൽ സംശയമേ വേണ്ട. 3,71,785 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തടാകത്തിൻ്റെ നീളം 1200 കിലോമീറ്ററാണ്. ഏതാണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോയി തിരിച്ചു വരുന്ന ദൂരം മാത്രം. കടുത്ത യുദ്ധമുണ്ടായാൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നുമടക്കം കാസ്പിയൻ വഴിയോ അല്ലെങ്കിൽ സമാന്തരമായി കരമാർഗമോ ഇറാനിലെത്തുമെന്നത് ഉറപ്പ്. യൂറോപ്പിലെ നദികളായ ഓൾഗ, യുറാൽ, കുറ എന്നിവ ഇതിലേക്ക് വന്നു ചേരുന്നെങ്കിലും ഈ കടലിന് ബഹിർഗമന മാർഗങ്ങളൊന്നുമില്ല. മധ്യകാലത്ത് ഏഷ്യയിൽ നിന്നുള്ള കച്ചവട ചരക്കുകളുടെ മൾഗോ ബാൾട്ടിക് വ്യാപാരപാതയായിരുന്ന കടലിന് വാണിജ്യമാർഗം എന്ന നിലയിൽ വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. കാസ്പിയൻ കടലിലെ നിരവധി തുറമുഖങ്ങളിൽ അസർബൈജാനിലെ ബാക്കു, ഇറാനിലെ എൻസലി, ബാൻഡർ ഇ ടോർക്കമൻ എന്നിവ ഉൾപ്പെടുന്നു. ഏറ്റവും ആഴമുള്ളിടത്തെ താഴ്ച 1.25 കിലോമീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ അടുക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പരമാവധി ആഴം 20-24 മീറ്റർ മാത്രമാണെന്നോർക്കണം. അതായത് കൂറ്റൻ കപ്പലുകൾക്ക് റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് സഞ്ചരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കടൽ വെള്ളത്തിൻ്റെ 1/3 ഉപ്പുരസമേ ഇതിലെ വെള്ളത്തിനുള്ളൂ. തെദീസ് സമുദ്രത്തിൻ്റെയും കരിങ്കടലിൻ്റെയും അവശിഷ്ടമാണ് കാസ്പിയൻ എന്ന് കരുതപ്പെടുന്നു. ഭൂഖണ്ഡങ്ങളുടെ തെന്നിമാറലിൻ്റെ ഫലമായി 55 ലക്ഷം വർഷം മുൻപാണ് കാസ്പിയൻ കടൽ സൃഷ്ടിക്കപ്പെട്ടത്. നദികൾ വന്നു ചേരുന്നതിനാൽ കാസ്പിയൻ കടൽ വടക്കൻ ഭാഗങ്ങളിൽ ശുദ്ധജല തടാകം പോലെയാണ്. ഇറാൻ തീരത്താണ് ഇതിന് ഉപ്പുരസം. ഏതാണ്ട് 130-ലേറെ നദികൾ ഇതിൽ വന്നു ചേരുന്നു. വോൾഗയാണ് കൂട്ടത്തിൽ വലുത്. വെള്ളത്തിൻ്റെ വരവിൻ്റെ 80% വോൾഗയിൽ നിന്ന് തന്നെ. നിരവധി ദ്വീപുകൾ കാസ്പിയൻ കടലിലുണ്ട്. ചിലതിലെ ജനവാസമുള്ളൂ. ധാരാളം എണ്ണ നിക്ഷേപമുള്ള ബുള്ള ദ്വീപാണ് പ്രധാനം. അസർബൈജാൻ അടുത്താണിത്. മറ്റൊന്ന് പൈറല്ലാഹി ദ്വീപ്. ഇവിടെയും എണ്ണയുണ്ട്. മാത്രമല്ല ഇറാനിൽ നിന്ന് ധാരാളം എണ്ണ കാസ്പിയൻ വഴി റഷ്യയിലേക്ക് പോകുന്നുണ്ടെന്നും കണക്കാക്കുന്നു. ഇന്ത്യക്കടക്കം ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുമതിയുണ്ട്. ഇറാൻ്റെ എണ്ണ ഇന്ത്യയിലേക്ക് എത്തുന്നില്ല എന്നതിൽ എന്താണ് ഉറപ്പ്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.